It's good. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു OC ചാപ്റ്റർ. എന്തല്ല, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുതേനീച്ചയുടെ പെട്ടിയിൽ നിന്നും ഈച്ചയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഇനിയാണ് ദ റിയൽ അൺബോക്സിങ് വീഡിയോ. ആ പെട്ടിക്കുള്ളിലുള്ള സാധനങ്ങൾ കാണുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ തേനും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത്, അതിനകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പോകുന്നത്. Look at that. That is fresh honey. നല്ല സൂപ്പറായിട്ട് ഹൈബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേനുമുണ്ട്, മുട്ടകളുണ്ട്, പുതിയ മുട്ടകളും പഴയ മുട്ടകളും ഒക്കെ ഉണ്ട്. തേനീച്ച നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തേനെടുക്കുന്നതിന് മുന്നേ തേനീച്ചക്കൂട്ടിൽ റാണിയെ നമ്മൾ സേഫ് ആക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കിളിൽ കാണാൻ പറ്റും, അതാണ് റാണി ഈച്ച അല്ലെങ്കിൽ ക്വീൻ എന്ന് പറയും. അപ്പോൾ അത് ഒരു സാധാരണ ഈച്ചയേക്കാൾ 2-3 മടങ്ങ് വലിപ്പമുള്ളതായിരിക്കും. ഈ ഈച്ചയെ നമ്മൾ സേഫ് ആക്കിയതിന് ശേഷം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കൊണ്ട് നമ്മളിങ്ങനെ തേനടകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് നേരെ ഒരു പ്ലേറ്റിലോട്ട് ഇടുന്നു. ആ പ്ലേറ്റിനകത്ത് വെയിലത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ വാക്സ് കൊണ്ട് ഉണ്ടാക്കിയ തേൻ കുടങ്ങൾ മെൽറ്റായി ആ തേൻ നേരെ ഒഴുകി നമുക്ക് താഴെ വെച്ചിരിക്കുന്ന ബൗളിലോട്ട് വരികയാണ്. മാക്സിമം നമ്മൾ കൈ കൊണ്ട് തൊടാതെയാണ് തേൻ കളക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അൺടച്ച്ഡ് ഹണി ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ഹണി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇതുപോലെ ഇങ്ങനെ തേനടകളെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇടുകയാണ്. ഇതിൽ കൂടുതൽ ഇനി തേൻ അവർക്ക് നിറയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഫുള്ളി പാക്ഡ് ആണ്. നോക്ക് എത്ര മനോഹരമായിട്ടാണ് അവർ തേൻ നിറച്ചിട്ട് നിൽക്കുന്നത് നോക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ തേനീച്ച വിശേഷങ്ങൾ, തേനീച്ചയുടെയും തേനെടുക്കിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.